ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്നത് പൗലോസിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളി എന്നതാണ്. ജെറുസലേമിൽ തൻ്റെ സഹോദരരെ കാണാൻ പൗലോസ് കടന്നു വന്നു. അവിടെ പൗലോസ് അപ്പോസ്തലന്മാരോടും ശ്രേഷ്ഠന്മാരോടും തൻ്റെ ശുശ്രൂഷ വഴി വിജാതീയരുടെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 21 അധ്യായത്തിൽ ഇത് നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ അവിടെ ഫരിസേയരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച അനേകരുണ്ടായിരുന്നു. അവർ പരിച്ഛേദനത്തെ ചൊല്ലി പൗലോസിനെ കുറ്റം പറയുകയും ചെയ്തു. പരിച്ഛേദനം സ്വീകരിക്കാത്ത ഒരുവനും രക്ഷ പ്രാപിക്കത്തില്ല എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ പൗലോസ് വിശ്വസിച്ചിരുന്നു ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കൃപയാലാണ് എന്നത്. അതിനുശേഷം പൗലോസ് ദേവാലയത്തിൽ നിൽക്കുന്നത് യഹൂദർ കണ്ടു. അവർ ജനക്കൂട്ടത്തെ ഇളക്കുകയും പൗലോസിനെ പിടിക്കുകയും മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. യഹൂദർ പറയുന്നത് പൗലോസ് പ്രസംഗിക്കുന്നത് മോശയുടെ പ്രമാണത്തിനും നിയമത്തിനും എതിരെയാണ് എന്നതാണ്. എന്നാൽ ഇതിനെ ചൊല്ലി ജെറുസലേമിൽ വലിയ ബഹളമുണ്ടായി. സഹസ്രാധിപൻ ഇതറിഞ്ഞു. സഹസ്രാധിപൻ ഭടന്മാരെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ ഇടയിൽ വന്ന് പൗലോസിനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. അതിനുശേഷം പൗലോസിൻ്റെ ന്യായവാദം കേൾക്കുകയും അതിൽ നിന്ന് പൗലോസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് സഹസ്രാധിപന് മനസ്സിലാകുകയും ചെയ്തു. യഹൂദർക്ക് തങ്ങൾ ഉയർത്തുന്ന കുറ്റങ്ങൾ തെളിയിക്കുവാനും കഴിഞ്ഞില്ല. യഹൂദരുടെ അസൂയ നിമിത്തം പൗലോസ് ജയിലിലായി. എന്നാൽ ഇതെല്ലാം സംഭവിച്ചത് ദൈവത്തിൻ്റെ ഒരു പദ്ധതികൾക്ക് വേണ്ടിയാണ്. ജയിലിലായിരിക്കുമ്പോൾ അനേകരുടെ മുൻപിൽ തൻ്റെ ന്യായവാദം പറയുവാൻ പൗലോസിന് അവസരം ലഭിച്ചു. അവിടെയെല്ലാം പൗലോസ് യേശുവിലുള്ള സാക്ഷ്യം അനേകരോട് പറഞ്ഞു. ദേശാധിപതിയായിരുന്ന ഫേസ്തൂസിൻ്റെ ഭരണകാലത്ത് അഗ്രിപ്പ രാജാവിൻ്റെയും ബെർണിക്കയുടെയും സഹസ്രാധിപന്മാരോടും നഗരത്തിലെ പ്രമാണികളോടും പൗലോസിന് ന്യായവാദം പറയുവാൻ അവസരം ലഭിച്ചു. അവിടെ പൗലോസ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു. സാവൂൾ ആയിരുന്ന താൻ എങ്ങനെയാണ് പൗലോസായി മാറിയത് എന്ന മാനസാന്തര കഥ പൗലോസ് അനേകരിലേക്ക് പറഞ്ഞു. ക്രിസ്തുവിനെ അറിയുന്നതിന് മുന്നേ സാവൂളായിരുന്ന ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ജയിലിൽ അടയ്ക്കുകയും യേശുവിനെ പ്രഘോഷിക്കുന്നവരെ കൊല്ലുകയും കൊല്ലാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ താൻ അന്നായിരുന്ന യഹൂദ മതത്തിലെ പ്രമാണങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ശക്തമായി ഫോളോ ചെയ്യുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26 അധ്യായത്തിൽ വ്യക്തമാക്കുന്നു. അപ്രകാരമായിരുന്ന ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം തനിക്കൊരു പരിവർത്തനം സംഭവിച്ചു. തൻ്റെ പിതാക്കന്മാരും പൂർവികരും 12 ഗോത്രങ്ങളും രാത്രിയും പകലും തീക്ഷ്ണതയോടെ കാത്തിരുന്ന ആ മിശിഹ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന് പൗലോസിനെ മനസ്സിലാക്കി. ആ നിമിഷം മുതൽ പൗലോസിൽ രൂപാന്തരം സംഭവിക്കുകയും ചെയ്തു. 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചതിൻ്റെ പർപ്പസ് അപ്പോസ്തല പ്രവർത്തനം 26 അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 17-18 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അതായത് ദൈവം പൗലോസിനെ വിളിച്ചതിൻ്റെ പർപ്പസ് ഒന്നാമതായി അനേകരുടെ കണ്ണുകൾ തുറപ്പിക്കാനും രണ്ടാമതായി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അനേകരെ നയിക്കുവാൻ, കഷ്ടതകളിൽ നിന്നും സഹനങ്ങളിൽ നിന്നും തകർച്ചകളുടെ വക്കിൽ നിന്നും അനേക വ്യക്തികളെ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കാനും, മൂന്നാമതായി സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്ക് അനേകരെ തിരിക്കാനും, യേശുവിൻ്റെ നാമത്തിൽ അനേകരിലേക്ക്
പാപമോചനമുണ്ട് എന്ന സത്യം വെളിപ്പെടുത്തി നൽകുവാനും, അഞ്ചാമതായി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കുന്നതിനും വേണ്ടിയാണ്. അതായത് യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഈ നിത്യജീവനിലേക്ക് അനേകരെ ചേർക്കുന്നതിനും വേണ്ടിയാണ്. പൗലോസ് ശക്തമായി ഇതിനായി അധ്വാനിക്കുകയും ദൈവത്തിൻ്റെ ശക്തി തന്നിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. സങ്കീർത്തനം 139:15-16 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിഗൂഢതയിൽ ഉരുവാകപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ജെറമ്യ 1:4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പൗലോസിനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച ദൈവം നമ്മളെയും അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു പ്രകാശത്തിലാക്കി തീർത്തത് നമ്മുടെ കഴിവിനാലല്ല, അവിടുത്തെ കൃപയാലാണ്. എഫേസോസ് 2-4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ യേശുക്രിസ്തുവിലൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ആ കൃപ പൗലോസിനെ വിളിച്ചു വേർതിരിച്ചു. ആ ദൈവവിളിക്ക് യോജ്യമായ രീതിയിൽ പൗലോസ് സ്വയം സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി തന്നെ താഴ്ത്തുകയും അനേകരിലേക്ക് ഈ സത്യം അറിയിക്കുകയും ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും ചെയ്തു. എഫേസോസ് 2-10 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തർക്കും ദൈവം ഒരു പർപ്പസ്, ഒരു ദൈവവിളി നമ്മളുടെ മേലുണ്ട്. ആ ദൈവവിളിക്ക് യോജ്യമായ രീതിയിൽ ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ മുന്നിൽ എളിമപ്പെടുവാനും അനേകർക്ക് യേശുവിനെ നൽകുവാനും ആ രക്ഷയിലേക്ക് അനേകരെ ചേർക്കുവാനും ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്നത് പോലെ: ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. അപ്രകാരം നമ്മൾക്ക് ഓരോരുത്തർക്കും പൗലോസിനോട് ചേർന്ന് ഇപ്രകാരം പറയുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.